PCTA കോട്ടയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉണരുക പ്രോഗ്രാമിന്റെ എപ്പിസോഡാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നടക്കുന്നത്. ഇന്ന് കോട്ടയത്തിന്റെ തന്നെ ട്രഷറർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ലതാമോൾ മാമാണ് ഇന്ന് നമുക്കായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ലതാമോൾ മാമിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാർ ഇവിടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനെ എല്ലാവരെയും, പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലതാമോൾ മാം, യു ആർ വെൽക്കം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഈ സുദിനത്തിലെ സായം സന്ധ്യയിലെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ ഈശ്വരന് അവസരം തന്നതിന് ജഗദീശ്വരന് നന്ദി. നമ്മൾക്ക് ഇന്നത്തെ ഈ നല്ലൊരു സമയത്ത് നമുക്കൊരു ചെറിയ കഥയിലൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ കഥ എൻ്റെ തന്നെ ഒരു കഥയാണ്. ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അടുത്താണ്, ഓഫീസ് അടുത്താണ്. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് മതി, സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. ഒരു ദിവസം നമ്മുടെ HO AR ഓഫീസാണ് ഞങ്ങളുടെ ടോപ്പ് ഓഫീസ്. ഇൻസ്പെക്ടർ പറഞ്ഞു, സെക്രട്ടറി നിങ്ങളുടെ ബാങ്കിൽ ഇന്ന് ഇൻസ്പെക്ഷൻ ഉണ്ട്, നാളെ രാവിലെ ഞാൻ എത്തും, നമുക്ക് ബ്രാഞ്ചിൽ പോകണമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ സാറേ, പോരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു മനസ്സിൽ തോന്നി, ഈ ബ്രാഞ്ചിൽ ഇൻസ്പെക്ഷന് പോകുന്ന സമയം HOയിലും വരാൻ സാധ്യതയുണ്ടല്ലോ. നമ്മളൊരു കരുതൽ വേണമെന്ന് ഞാൻ ഇത്തിരി സമയം നേരത്തെ ഇറങ്ങി. അപ്പോൾ ഹസ്ബൻഡിനെ വിടും, മക്കളെയും വിട്ട് കഴിഞ്ഞാണ് സാധാരണ പോകുന്നത്. പേരൻസ് ഇല്ലാത്ത വീടാണ്, എല്ലാം ക്ലോസ് ചെയ്ത് പോകണം. ആ സമയം അങ്ങനെ ഇൻസ്പെക്ടറുടെ ഒരു ആഗമനം മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ എല്ലാം റെഡിയായി പോയി. വഴിമധ്യേ എന്നെ ഒന്ന് ചെറുതായിട്ട് എന്തോ മനസ്സിലൊന്ന് അലട്ടി. ഞാൻ അത്ര കാര്യമാക്കിയില്ല, നമുക്ക് ഇൻസ്പെക്ഷൻ ആണല്ലോ കാര്യം, ഔദ്യോഗിക സീരിയസ്നെസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നേരത്തെ ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ ചോദിച്ചിരുന്നു ഭംഗിയായിട്ട്. അപ്പോൾ സാറും ഉണ്ട്, ഓൾറെഡി സാറ് പ്രസൻ്റാണ്. സാർ കൊല്ലത്തുനിന്ന് വരുന്നയാളാണ്, എങ്കിലും സാറ് നേരത്തെ എത്തി. അപ്പം നമ്മൾ സാറ് നമുക്കൊന്ന് HO കയറാം എന്ന്, ഓഫീസിൽ കയറാമെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിലിരുന്ന കാര്യം നമ്മുടെ ക്യാഷ് വെരിഫൈ ചെയ്യുമെന്നാണ്. അത് ഏതായാലും സാറ് പറഞ്ഞു വേണ്ട, നമുക്ക് ബ്രാഞ്ചിൽ പോയാൽ മതി, ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയി. അതിനിടയ്ക്ക് സാർ എന്നെ ശ്രദ്ധിച്ചു. സാർ ചോദിച്ചു, എന്ത് പറ്റി സെക്രട്ടറി ഒരു വെപ്രാളം കാണിക്കുന്ന എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഒന്നുമില്ല, പക്ഷേ ഞാൻ ഇറങ്ങിയ സമയത്ത്, ലോക്ക് ചെയ്തിറങ്ങിയ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് എനിക്കൊരു നേരിയ സംശയം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സാറേ, ഞാൻ ഇറങ്ങിയ സമയത്ത് കറണ്ട് ഇല്ല, സപ്ലൈ പോയി. അപ്പോൾ മോട്ടർ ഓൺ ചെയ്ത സമയത്താണ് ഈ കറണ്ടും പോയത്, ഞാൻ അത് കാരണം വിട്ടുപോയിട്ടുണ്ട്. സാരമില്ല സാറേ, എന്തായാലും സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് വീട്ടിൽ നിന്ന് മോൻ വിളിച്ചു, അമ്മ എനിക്ക് ഹെഡേക്കാണ്, ഞാൻ വീട്ടിലേക്ക് പോരുവാന്ന് പറഞ്ഞു. ഓ ശരി മോനെ എന്ന് പറഞ്ഞു, മോനെ കട്ട് ചെയ്തു. ഇവൻ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എന്നോട് കൊച്ചു വിളിച്ചു ചോദിച്ചു, അമ്മ ഗ്യാസ് ഓഫ് ചെയ്തോ? കറണ്ട് ഇല്ലാഞ്ഞ കാരണം അമ്മ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മോട്ടർ ഓവർഫ്ലോ ആയുമില്ല, പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാണ് സപ്ലൈ വന്നത്, അതുകൊണ്ട് എല്ലാം ഭാഗ്യമെന്ന് പറഞ്ഞു. അപ്പം അത്രയും സമയം ഞാൻ തിന്ന ഒരു തീക്ക് കണക്കില്ല എന്നുള്ളവർ നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പം ഇതുപോലത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു സത്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫീലിങ്സാണ്. ഈവൻ വീട്ടിലാണെങ്കിൽ പോലും, ഡെയിലി ഓഫീസിൽ പോവാത്തവരാണെങ്കിൽ പോലും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഫീലിങ്സ് തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്കലി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ അലട്ടുന്നത് നമ്മുടെ ആങ്ഷ്യസ്നെസ് ആണ്, അത് ഭയമാണ്. നമ്മളുടെ സർവൈവലിനെ ബേസ് ചെയ്യുന്ന ഭയം ആണ് നമ്മളെ ഈ ഫീലിങ്സിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ഈ ആരെങ്കിലും ഇത് ഇതുപോലത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ തയ്യാറുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലും മതി.
കണ്ടിന്യൂ ചെയ്യാം. എനിക്കൊരു അനുഭവമുണ്ട്. പക്ഷെ എനിക്ക് മ്യൂട്ട് ചെയ്തേ പറയാൻ പറ്റൂ. ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കറി വച്ചിരുന്നു. അതൊന്ന് ചൂടാക്കണമായിരുന്നു. ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ ഉറങ്ങി, മറന്നുപോയി ഓഫ് ചെയ്യും. പിറ്റേ ദിവസം നോക്കിയപ്പോ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ചെറിയ ഫ്ലെയിം ആയതുകൊണ്ട് ചാമ്പലായി കിടന്നു കറി. പാത്രത്തിന് വേറെ ഒരു കേടൊന്നും സംഭവിച്ചില്ല. കുറച്ച് ചാമ്പൽ മാത്രം, ആഷസ് മാത്രം ഉണ്ടായിരുന്നു. അതൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. വേറെ അപകടമൊന്നും പറ്റിച്ചില്ല, പൊട്ടിത്തെറിച്ചില്ല, ഒന്നും ചെയ്തില്ല. താങ്ക് യു. ശ്രീകുമാരി മാം, താങ്ക് യു ഷെയറിങ്ങിന്. ഇത് എല്ലാവർക്കും ഒക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും പലർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പലരും പറയാറുള്ളതാണ്, സത്യമാണ്. ഇതിൻ്റെ എല്ലാം പിന്നെ നമുക്ക് ഈ ഫീലിങ്സും നമ്മളെ നയിക്കുന്ന കാര്യങ്ങളും നമുക്കൊന്ന് എന്താണെന്നൊന്ന് നോക്കാം. ശ്രീകുമാരിമാനു പ്രത്യേകം നന്ദി. ഈ ഒരു ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാകുന്നത് ഒരു പരിധി വരെ പറഞ്ഞാൽ നമ്മളുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മളത് ശ്രദ്ധിക്കും, നമ്മളതിലെ സീരിയസ്നെസ് നമ്മൾ കൊടുക്കും. ഇത് അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ ഒരു പരിധി വിടാതിരുന്നാൽ മതി. ഇത് ഈ ആങ്സൈറ്റി നമ്മുടെ ഫിയറിനെ ബേസ് ചെയ്ത് തന്നെയാണ്. നമുക്ക് നമ്മുടെ പൂർവികന്മാരെ കാട്ടിൽ വസിച്ച കാലം മുതൽ അവർ മൃഗത്തെയും ഇരുട്ടിനെയും ഒക്കെ ഭയന്ന് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് അവർ നിലനിൽക്കുന്നത്. ആ ഭയമില്ലാത്തവർ നിലനിൽക്കുക എന്നുള്ള ഉണ്ടാകുന്ന വിഷയമില്ല. ഭയം ഇല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാകും, അപകടത്തിൽ പെടും എന്നത് പല അനുഭവങ്ങളും സ്റ്റോറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫിയർ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും കോൺഷ്യസ് ആയിട്ട് ആങ്ഷ്യസ് ആയിരിക്കണം. ലൈക്ക് എ ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്. ഇങ്ങനെ ആങ്ഷ്യസ് ആവുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഹേർട്ട് വല്ലാണ്ട് ഇടിപ്പുണ്ടാവും. പിന്നെ നിസാര കാര്യങ്ങളിൽ നമ്മൾ വറിയാവും. അതിൻ്റെയൊക്കെ ലെവൽ വിട്ടാൽ മാത്രമാണ് ഈ ആങ്ഷ്യസ് ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഏതും ഒരു പരിധി വിട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത്യാവശ്യം വേണ്ടത് തന്നെയാണ്. ഇറ്റ് മേക്സ് യു ഫീൽ റെസ്റ്റ്ലെസ്. നമുക്ക് നീറ് കടിച്ച ഒരു ഫീലിങ്സ് ആണ് ഈ നമുക്കുണ്ടാകുന്നത്. അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ അമിതമായ ക്ഷീണം, വലിയ ജോലി ചെയ്തൊരു ക്ഷീണം, കഠിനാധ്വാനം ചെയ്യുന്നയാൾ ക്ഷീണിതരാവാം. മറിച്ച് നമ്മൾ കഠിനാധ്വാനത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, അതുപോലെ പേടി, വലിയ റീസൺസ് ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു ആന കുത്താൻ വരുന്നാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും പേടിച്ചല്ലോ. വഴിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടാൽ നമ്മളെല്ലാവരും ഞെട്ടും, എന്ത് ചെയ്യണമെന്ന് പകയ്ക്കും. മറിച്ച് ഒരു പട്ടിയോ ഒരു പശുവിനെയോ കണ്ട പേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ, സ്വാഭാവികം. അപ്പം നിസ്സാര കാര്യത്തിൽ പോലും നമ്മൾ പേടിയിൽ പെട്ടുപോവുക. ഇനിയും പ്രായമുള്ളവരുടെ കേസാണെങ്കിൽ നമ്മൾ വീഴുവോ, പെട്ടെന്ന് അയ്യോ ഞാൻ വീണു പോവോ, കൊച്ചുകുട്ടികളുടെ രീതി പോലെ വീണു പോവോ എന്നുള്ളൊരു ഭയം. അതുപോലെ ചെറുപ്പകാലത്തിൽ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ഫണ്ട് ഉണ്ടാക്കി നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നടത്തി, വീട് നടത്തി, സഹോദരങ്ങളുടെ കാര്യം, മറ്റ് സാമൂഹികമായ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത കക്ഷികൾ പ്രായമാകുമ്പോൾ ഇതിനൊന്നും പറ്റാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ടെൻഷൻഡായി പോവാം. അതുപോലെ തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് അടിച്ചു കളിച്ച് തകർത്ത് വാരി ജീവിച്ച മനുഷ്യർ ഏത് സാഹചര്യത്തിലും, ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് വിദേശത്ത് പോകുന്ന സാഹചര്യമോ ജോലിക്ക് മാറി താമസ സാഹചര്യമോ, ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ തന്നെ ഇരിക്കുകയാണ് വീട്ടിൽ, ഞങ്ങൾ 3 പേര് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ ശരിക്കും ആങ്ഷ്യസ് ആവും. അപ്പം ഇതിൻ്റെ എല്ലാം ലെവൽ കൂടാതിരുന്നാൽ മതി. ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഫീലിങ്സ് ആണെങ്കിൽ നമുക്ക് വേണം. അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സർവൈവലിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത്, ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ താഴെ പോവോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുന്ന ഭയം, ലിഫ്റ്റിൽ കയറുമ്പോൾ ഉള്ള ഭയം, അതുപോലെ ഓരോ വ്യക്തിക്കും പരീക്ഷയ്ക്കുണ്ടാകുന്ന ഭയം, അമിതമായ പേടി. ചെറിയ പേടിയുണ്ടെങ്കിൽ ഉത്കണ്ഠയോടെ ആ പരീക്ഷയെ ഫേസ് ചെയ്താൽ അതിന് ഗുണം കിട്ടും. മറിച്ച് അമിതമായ പേടിയായാൽ അത് പരീക്ഷ എഴുതാൻ തന്നെ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം.
ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ആങ്സൈറ്റിയുടെ ഒരു തലം. ഓക്കെ, ആങ്സൈറ്റി നമുക്ക് പല വിധത്തിൽ ഫീൽ ചെയ്യാം. ജനറൽ വറി നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ തലവേദന നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അടുത്തോ നമ്മുടെ ബന്ധുക്കൾക്കോ തലവേദന കൊണ്ട് എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ഒരു അസുഖം ഉണ്ടായാൽ അയ്യോ എനിക്കതാണോ, ഇനി ഇച്ചിരി സമയം മാറിയില്ലെങ്കിൽ അത് അതിലും കൂടുതൽ ചിന്തിച്ച് നമ്മൾ വിഷമം ഉണ്ടാക്കും. ഇനിയും വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫാമിലി രാവിലെ എല്ലാവരും ഒരുങ്ങിപ്പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇറിറ്റേറ്റിംഗ് പ്രശ്നം ഉണ്ടായാൽ അതൊരു വലിയ വിഷയമാകും. ആ വിഷയം നമ്മൾ ഓർത്ത് അന്നത്തെ ദിവസം തന്നെ നമ്മുടെ പോക്കാവാം. അപ്പം ഇതിനെല്ലാം ഒരു പടി അപ്പുറത്തോട്ട് പോവാതെ ഇപ്പുറത്തായാൽ നോ പ്രോബ്ലം. മറിച്ച് ഇനിയും ഈ ആങ്സൈറ്റി പാനിക് അറ്റാക്കിലേക്ക് കിടക്കാം. അത് പെട്ടെന്ന് നമ്മുടെ ഇടിപ്പ് കൂടുക, ചെസ്റ്റ് പെയിൻ വരിക, പെട്ടെന്ന് അത് അറിയത്ത് പോലും ഇല്ല. പാനിക് അറ്റാക്ക് വരുന്ന കുട്ടികളുടെ കേസൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, ക്ലിനിക്കുകളിൽ നിന്നുള്ളവരൊക്കെ അറിയിക്കാറുണ്ട്. ഇപ്പോഴത്തെ സാമൂഹിക മാധ്യമങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നത് കൊണ്ട് ഈ പാനിക് അറ്റാക്ക് വന്ന് ചത്തുപോകുന്ന കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഈ പാനിക് അറ്റാക്കും ഈ ആങ്സൈറ്റിയുടെ ഒരു തരം ഭാഗമാണ്. സോഷ്യൽ ഫിയർ, നമുക്ക് സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റാത്ത, അത് വളർന്നു പോയാൽ അത് നമ്മളെ ഒറ്റപ്പെടുന്ന ഐസൊലേഷനിലേക്ക് മാറ്റും. അപ്പോൾ ജനങ്ങളുമായിട്ട് മിങ്കിള് ചെയ്യുന്നത് ഒരു പരിധി വരെ വേണം, ഒരു പരിധിയല്ല, അത്യാവശ്യമാണ്. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സാമൂഹ്യ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിലുള്ള ഫിയർ നമുക്ക് വിഷമം ഉണ്ടാക്കും. ടു മച്ച് തിങ്കിങ് അബൌട്ട് ഇൽനെസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തലവേദന വന്നാൽ നമ്മളിനിയും ചിന്തിച്ചു കൂട്ടാൻ വേറെ ഒരു അസുഖം കാണത്തില്ല. ഒരു കാലിന് വേദന വന്നാൽ കാലിൻ്റെ എല്ലിനാണോ വേദന, മുട്ടിനാണോ വേദന, എൻ്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരുമോ, ഇനിയും വല്ല ബ്ലഡ് ക്യാൻസറിൻ്റെ സിംറ്റം ആണോ എന്നൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പേടിച്ച് ചിന്തിച്ച് മല കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന. അങ്ങനെ ഇത്തരം ജനറൽ വറിയുണ്ട്, പാനിക് അറ്റാക്ക് ഉണ്ട്, സോഷ്യൽ ഫിയർ ഉണ്ട്, ഹെൽത്ത് ഫിയർ ഉണ്ട്. ഇതെല്ലാം ആങ്സൈറ്റിയുടെ ടൈപ്സുകളാണ്. ഈ ആങ്സൈറ്റി എന്ന ഈ ഫീലിങ്സ് നമ്മളിൽ ബ്രെയിൻ്റെ ഒരു പ്രവർത്തനം ആണ്. ബ്രെയിൻ്റെ രണ്ട് തലത്തിൽ നിന്നും ആങ്സൈറ്റിയുടെ ആവിർഭാവം ഉണ്ടാവാം. ഒന്ന് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയും ഒന്ന് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയും. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്, മാത്തമാറ്റിക്സൽ വർക്ക്സ്, പ്ലാനിങ്, ഈ വക എല്ലാ കാര്യങ്ങളും കോർട്ടെക്സ് ആണ് നിന്നാണ് ഉത്ഭവം. മറിച്ച് അമിഗ്ഡല ആണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അമിഗ്ഡല പേടിയുടെ ഏറ്റവും കേന്ദ്രമാണ്. നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ താഴെ ഭാഗത്തായിട്ടാണ് ഈ അമിഗ്ഡലയുടെ സ്ഥാനം. ആ അമിഗ്ഡല വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ഇമോഷണൽ പ്രോസസ്സിങ് മുഴുവൻ നടക്കുന്നത്. സാധാരണ വലിയ അമിഗ്ഡല ആണെങ്കിൽ നമ്മുടെ ഇമോഷണൽ പ്രോസസ്സിങ് ഇച്ചിരി കൂടുതലാന്ന് പറയും, ഇത്തിരി പേടി കൂടുതലുള്ള ആളാന്ന് പറയും. പേടി ഒട്ടും ഇല്ലാത്തവർ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ പാടുള്ള കാര്യമാണ്. കാരണം അവർ ഏത് അപകടത്തിലും ചെന്നുപെടും. പേടി വേണം, സർവൈവലിന് പേടി അത്യന്താപേക്ഷിതമാണ്. അത് സൈക്കോളജിക്കൽ പുസ്തകത്തിൽ ഏതോ ഒരു ലേഡിയുടെ സ്റ്റോറിയുണ്ട്. അവർക്ക് വെടി കണ്ടാലും ഗൺ കണ്ടാലും പേടിയില്ല, ആന വന്നാലും പേടിയില്ല, വെള്ളപ്പൊക്കം വന്നാലും പേടിയില്ല, ഇടിമിന്നലും ഒന്നിലും പേടിയില്ലാത്ത സ്ത്രീ അവസാനം അവർ പെട്ടുപോയ കഥ സ്റ്റോറിയുണ്ട്. അപ്പം പേടി എന്ന് പറയുന്നത് സർവൈവലിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിലെ മനുഷ്യ ശരീരത്തിലെ ലൈഫ് നിലനിൽക്കുന്നതിന് ബ്ലഡ് എങ്ങനെയാണോ അത്യന്താപേക്ഷിതം, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടതാണ് പേടി. പേടിയില്ലാത്തവർ മണ്ടത്തരവും കാണിക്കും, പേടിയില്ലാത്ത പല വിവരദോഷങ്ങളും കാണിച്ചു കൂട്ടും. അതുകൊണ്ട് പേടി അത്യന്താപേക്ഷിതമാണ്. ഈ പേടി ഇമോഷണൽ ഫീലിങ്സ് വരുന്നത് അമിഗ്ഡലയിൽ നിന്നാണ്. അമിഗ്ഡല ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പെട്ടെന്നുള്ള
ഒരു ആങ്സൈറ്റി ആയിരിക്കും ബേസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ യാത്രാ മധ്യേ ഒരു വണ്ടി ഇടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു പൂച്ച വിലങ്ങൻ ചാടുന്ന, ഒരു പട്ടി വിലങ്ങൻ ചാടി തട്ടുന്ന അവസ്ഥ, ആ അവസ്ഥ നമ്മളെ പെട്ടെന്ന് നമ്മുടെ അമിഗ്ഡലയിലേക്കാണ് ഇത് ഫീൽ ചെയ്യുന്നത്. അത് ചിന്തിച്ചു കൂട്ടി വരുന്ന ഒരു ആങ്സൈറ്റി അല്ല. മറിച്ച് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആണെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാര്യം ചിന്തിച്ച്, അയ്യോ എനിക്ക് ഞങ്ങളുടെ ഒരു കസിൻ കുട്ടിയെ അറിയാം, ഓസോൺ പാളി എങ്ങാനും കിഴിഞ്ഞു പോയെങ്കിൽ എന്നാ ചെയ്യും എൻ്റെ മാമി എന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓസോൺ പാളി കിഴിയാനും പോകുന്നില്ല മക്കളെ, ഒന്നും സംഭവിക്കില്ല. ആ കുട്ടിക്ക് ഇന്ന് 10-30 വയസ്സായി. ആ കുട്ടിയോട് പറഞ്ഞു, മക്കളെ ഓസോൺ പാളി ഒന്നും കിഴിയത്തില്ല. അല്ല മാമി, നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഫ്രിഡ്ജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വിഷയങ്ങളാവും. അതുകൊണ്ട് നമ്മൾ കിഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അപ്പം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന പേടിയാണ് ഈ കോർട്ടെക്സ് ബേസിൽ നിന്ന് വരുന്ന വികാരം അമിഗ്ഡല വഴിയാണ് നമുക്ക് ശരിക്കും ഈ ആങ്സൈറ്റി ഉണ്ടാകുക. പക്ഷേ ഇത് പേടി വളരെ അത്യാവശ്യമാണ്. പേടി വേണം, പേടി വളരെ ആവശ്യമുള്ളതാണ്. പേടിയില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പല വിവരദോഷങ്ങളും കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇമോഷണൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വേണമെങ്കിൽ, ഇപ്പം നമ്മൾ അസ്ഥാനത്ത് കയറി ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിന് പേടിയുണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പം ആ ചിന്ത, പ്ലാനിങ്, നമ്മുടെ തോട്ട് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ, കോർട്ടെക്സ് ബേസ്ഡ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ അമിഗ്ഡലയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒരു പരിധി വരെ പോകത്തില്ല. പെട്ടെന്നുണ്ടാകും, മുമ്പേ പറഞ്ഞ പോലെ വഴിമധ്യേ വരുന്ന ഒരു ആക്സിഡൻറ്റ്, അത് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. വെള്ളപ്പൊക്കം വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പെട്ടെന്ന് അവിടെ ഇതിൽ പറയുന്ന പോലെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡലൊന്നും അവിടെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സഡൻ ആക്ഷൻ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വീട്ടിലെ മോൻ്റെ മേത്ത് രാവിലെ പോകാനിരിങ്ങിയ സമയത്ത് ചൂടുവെള്ളം കൊണ്ട്, അന്ന് ഹീറ്ററില്ല, ചൂടുവെള്ളം കൊണ്ട് കുളിക്കാൻ കൊണ്ടുപോയ വഴിക്ക് മോൻ്റെ മേത്തേക്ക് വെള്ളം വീണത് ഇത്തിരി ഹാർഡായിപ്പോയി. അവൻ്റെ ട്രൗസറൊക്കെ ഉരുകി പിടിച്ച പോലെ ആയിപ്പോയി. പക്ഷേ എനിക്കത് കണ്ടിട്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഹസ്ബൻഡ് ടപ്പോന്ന് ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് വെച്ചു. അപ്പോൾ ആ സഡൻ ആക്ഷൻ, നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എന്നുള്ളത് നമ്മുടെ അമിഗ്ഡലയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് പെട്ടെന്ന് സാധിച്ചത്. അവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പേടി ആവശ്യവുമാണ്, പക്ഷേ അത് അധികമാകാനും പാടില്ല. അപ്പോൾ 2 തരത്തിൽ നമ്മുടെ ബ്രെയിൻ ആങ്സൈറ്റിയെ ഡയറക്റ്റ് ചെയ്യും. ഒന്ന് കോർട്ടെക്സ് ബേസ്ഡ് ആൻഡ് മറ്റൊന്ന് അമിഗ്ഡല ബേസ്ഡ്. അമിഗ്ഡല നമ്മുടെ ഇമോഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കോർട്ടെക്സിൽ നിന്ന് വരുന്ന ചിന്തകൾ അമിഗ്ഡല വഴി ആണ് നമ്മളിലേക്ക് എത്തുന്നത്. സാധാരണ ആങ്സൈറ്റിയുടെ കോമൺ സൈൻസ് ആണ് റെസ്റ്റ്ലെസ് ഓർ എഡ്ജ്. അതായത് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീറ് കടിച്ച പോലെ മനുഷ്യർ നിൽക്കും. ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു ഫീലിങ്സ്, എന്താ പറയുക, ഒരു ക്ഷീണിതരും റെസ്റ്റ്ലെസ്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെരുവരാൻ നടക്കുക, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലെ മുഖമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ ചിലരോട് ചോദിക്കാറുണ്ട്, എന്താ നീ എന്നെ ഇത്ര നീറ് കടിച്ചു പോലെ നിൽക്കുന്നത്, നിനക്ക് എന്ത് പറ്റി നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അവരെ തിരിച്ചറിയണം, ഇതിൻ്റെ ഒരു ഭാഗം ആണ് എന്നുള്ള വിവരം. അപ്പോൾ ടയേർഡ് ഈസിലി ഓർ ട്രബിൾ സ്ലീപ്പിംഗ്, ഈസിലി ടയേർഡ് ആയിരിക്കും. സാധാരണ ഒരുമാതിരി ഹെൽത്തുള്ള ഒരു മനുഷ്യർ സാധാരണ ജോലികളൊന്നും ചെയ്യാൻ ടയേർഡ് ആവാറില്ല. പക്ഷെങ്കിൽ ആങ്ഷ്യസ്നെസ് നന്നായിട്ടുള്ളവർക്ക് ഈ പെട്ടെന്ന് അവർ ക്ഷീണിതരാകും. അതുപോലെ തന്നെ സ്ലീപ്പിങ്ങിന് ട്രബിളാകും. ഈ ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സാധാരണഗതിക്കുള്ള കാര്യങ്ങൾ. പിന്നെ മസിൽസൊക്കെ ടെൻഷൻഡ് ആവും, വലിഞ്ഞു മുറുകിയ പോലെ, നമുക്ക് ഈ ഷോൾഡറുകളൊക്കെ വലിഞ്ഞു മുറുകിയ പോലെയും ഫാസ്റ്റ് ബ്രീത്തിങ്ങും ആയിരിക്കും. ശ്വാസം എടുക്കുന്ന ശ്രദ്ധിച്ചാൽ അവർ സാധാരണ എടുക്കുന്ന ആ കൗണ്ടിലുപരി ഒരു പെട്ടെന്നായിരിക്കും ശ്വാസം എടുക്കുക. ചിലപ്പോൾ അത് ബ്രേക്ക് ആകുകയും ചെയ്യുന്ന അതിൻ്റെ ഈ രീതികളൊക്കെയാണ് സാധാരണ കോമൺ സൈൻസ് എന്നുള്ളത്. റെസ്റ്റ്ലെസ് ആണ്, അവർ ഈ നീറ് കടിച്ച പോലെ ആയിരിക്കും. പിന്നെ അവർക്ക് എല്ലാത്തിനും പേടിയായിരിക്കും. ഏത് കാര്യത്തിലും നിസ്സാര കാര്യങ്ങൾക്കെല്ലാം അവർ ബിഗ് റീസൺസ് ഇല്ലെങ്കിൽ പോലും അവരുടെ ഭയം അവർ അലട്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും സംഭവിക്കുമോ,
ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കും അവരെ കൂടുതൽ അലട്ടുന്നത്. അതുപോലെ ഈ പെട്ടെന്ന് അവർ ക്ഷീണിതരാകുക, ഉറക്കം കെടുത്തുന്ന ഒരു മനോഭാവം, ഉറക്കം ഇല്ലാഴിക ഉള്ള ഒരു അനുഭവം, പിന്നെ മസിൽസിന് പേശികൾക്കൊക്കെയുള്ള ഒരു പെയിന്, പിന്നെ വലിച്ചിലും മുറുക്കമൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ ഫാസ്റ്റ് ബ്രീത്തിങ്, സാധാരണ ജനങ്ങൾ ബ്രീത്ത് ചെയ്യുന്നതിലും ഫാസ്റ്റായിട്ടാണ് അവരുടെ ബ്രീത്തിങ്സ് കാണാറുള്ളത്. അതുപോലെ സയൻസ്, ഇറ്റ്സ് ആങ്സൈറ്റി നോട്ട് ഏജിങ്. റെസ്റ്റ്ലെസ്നെസ്, ഫീലിംഗ് എഡ്ജി ഓർ അണേബിൾ ടു റിലാക്സ് ബിയോണ്ട് നോർമൽ ടയേർഡ്നെസ്. സാധാരണ ഉള്ള ക്ഷീണത്തിൽ. ഹലോ സാറേ, കാണാമോ? എന്നോടാണോ? ഹലോ സാറേ, കാണാമോ? കേൾക്കാമോ? മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ ആങ്ഷ്യസ് ആയിട്ടുള്ളവർ റെസ്റ്റ്ലെസ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പിരിപിരാൻ നടക്കുന്ന ഒരു ഫീലിങ്സ്. അതുപോലെ പേടി, അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. എന്ത് അത് ചെയ്യാവോ, അങ്ങോട്ട് പോകാവോ, ഇങ്ങോട്ട് ചെയ്യാവോ, ഒരു ഉൾഭയം. അണേബിൾ ടു റിലാക്സ്, അവർക്ക് റിലാക്സിങ് സാധിക്കത്തേയില്ല. ബിയോണ്ട് നോർമൽ ടയേർഡ്നെസ്, നോർമലായിട്ടുള്ള ടയേർഡ്നെസ്സിലും ഉപരിയായിരിക്കും അവരുടെ ക്ഷീണം. അവർ ക്ഷീണിതരായിട്ട് കാണും. എപ്പോഴും കിടക്കുക, സ്കൂളിൽ പോയിട്ട് വന്നാൽ ഉടനെ വേണേൽ കിടക്കാം, ഓഫീസിൽ പോയിട്ട് വന്നാൽ ഉടനെ അവർ ടയേർഡാവാം. ഡെയിലി ലൈഫിൽ അവർ ക്ഷീണിതരായിട്ട് ഒരു ആക്റ്റീവ് അല്ലാതെ കാണപ്പെടുന്നവരായിരിക്കാം പൊതുവെ. അവോയ്ഡൻസ്, സ്കിപ്പിംഗ് സോഷ്യൽ ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് ഡ്യൂ ടു ഫിയർ. ഇവർക്ക് സാമൂഹ്യ ജീവിയായ നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ഇവൻറ്റ്സുകളിലൊന്നും ഇവർ ഇടപെടാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു മനോഭാവം കാണിക്കാം. ഈ ആക്ടിവിറ്റീസിലൊന്നും അവർ ഇടപെടാതെ, ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾക്ക് അവനവൻ്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഇടപെടാം. അവനവൻ്റെ വീട്ടിൽ ഇതൊന്നും ഇല്ലാതെ ചിലപ്പോൾ മാറി നിൽക്കാം. മുതിർന്നവരാണെങ്കിലും ഇന്നവരുടെ ജോലി, എനിക്കത് പറ്റത്തില്ല, അല്ലെ എനിക്ക് വയ്യ, എനിക്കറിയില്ല എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞവർ ഒഴിവാകുന്ന ഒരു ടെൻഡൻസി കാണിക്കും. ലീഡിങ് ടു ഐസൊലേഷൻ. ഇതെല്ലാം നയിക്കുന്നത് എങ്ങോട്ടായിരിക്കും? അവരെ ഒറ്റപ്പെടുത്തുന്ന അവർ ഒറ്റപ്പെടുന്ന, ഒന്നെങ്കിൽ പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകും. അവരെ ഒഴിവാകുന്ന ഒരവസ്ഥയിലേക്ക് സ്വയം ഓർ മറ്റുള്ളവരാൽ മാറ്റപ്പെടും. ദെൻ സ്ലീപ്പ് ഇഷ്യൂസ്, ഉറക്കം കെടുത്തൽ എന്ന് പറയാം. ട്രബിളിങ് ഫോളിങ് സ്ലീപ്പ് ഫ്രം റേസിംഗ് തോട്ട്സ്, ഇവരുടെ ചിന്ത കൊണ്ട് ഇവരെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. ആവശ്യമില്ല, മുമ്പേ പറഞ്ഞ ഓസോൺ പാളിയുടെ കാര്യം പറഞ്ഞ പോലെയും, അയ്യോ പാമ്പ് എന്നെ കടിക്കാൻ വരുമോ, പട്ടി എന്നെ കടിക്കാൻ വരുമോ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് കൊണ്ട് ഉണ്ടാവാം. ഈ ഉറക്കം കെടുത്തുന്ന വിഷയങ്ങൾ, എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, എന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ചില സീസൺസ് ഈ പട്ടിയൊക്കെ വഴിയെ നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ ചില സമയത്ത് വഴിയെ പട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. പട്ടി എന്നെ ഉരുട്ടിയിട്ട് കടിച്ചെന്നാണ് ഞാൻ മനസ്സിൽ കാണുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഇത് നോക്കി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ കുഞ്ഞു കാലത്ത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു വീട്ടിലെ ചേച്ചി കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പട്ടി വന്ന് കടിച്ച്, പേപ്പട്ടി വന്ന് കടിച്ച് ആ അമ്മയും കുഞ്ഞും മരിച്ചുപോയി. അപ്പം എനിക്ക് ഈ പട്ടിയെ കാണുന്നതും, വീട്ടിൽ ഇതിനൊക്കെ ശേഷം എൻ്റെ സ്വന്തം വീട്ടിൽ ബ്രദർ 3 പട്ടിയൊക്കെ വളർത്തുമായിരുന്നു. വാലുള്ളതും വാലില്ലാത്തതും വലിയ സ്വരത്തിൽ മൈലുകൾക്ക് വെളിയിൽ കുര കേൾക്കാവുന്ന പട്ടി. പക്ഷെ എനിക്ക് ഈ സാധനത്തിന് ഇപ്പോഴും പേടിയാണ്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, അന്നത്തെ ട്രോമ എന്നുള്ള ഒരു ഫീലിങ്സാണ് എന്നെ ഇപ്പോഴും ആ പട്ടി എന്നുള്ളതിനെ മോനും മക്കളൊക്കെ പറയും നമുക്കൊരു പെറ്റിനെ വാക്കാം പട്ടി. ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ വേണ്ട. അപ്പം ഇതാന്നുള്ളവരെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇറിറ്റബിലിറ്റി, സഡൻ മൂഡ് സ്വിങ്സ് വിത്തൗട്ട് ക്ലിയർ കോസ്. പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട, അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല. നമ്മൾ അവരോട് ചോദിച്ചാൽ, എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ക്ലാരിറ്റി തരാനില്ല. അവർ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, സഡൻ മൂഡ് സ്വിങ്സ് ആവും. ഒരു മൂഡിൽ നിന്ന് മറ്റൊരു ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ, സന്തോഷപ്രകടനം വളരെ കുറവാണ് സാധ്യത, മറിച്ച് ഇറിറ്റേറ്റിംഗ് ആണ് അവരെപ്പോഴും. അവർ മറ്റുള്ള കാര്യങ്ങളിലും ആയിട്ടൊന്ന് ഹാപ്പിനെസ് അവർക്ക്
കൺവേ ചെയ്യാനും സ്വീകരിക്കാനും കൊടുക്കാനും കഴിയാൻ പറ്റാത്ത ഒരു മൂഡിലാണ് സാധാരണ ഈ ആങ്സൈറ്റിയുടെ ലെവൽ കൂടുതലുള്ള വ്യക്തികളിൽ കാണാൻ കഴിയുന്നത്. Then how to reduce anxiety? സാധാരണ നമുക്കൊന്ന് ഇത് കൂടാം. നമ്മളാരും ആങ്സൈറ്റി ഉള്ളവരല്ലെങ്കിൽ പോലും ബ്രീത്ത് സ്ലോലി ഇൻ 4-3 കൗണ്ട്സ്, ഔട്ട് 4-3 കൗണ്ട്സ്, ഡു ഇറ്റ് 5 times. അതായത് 1 2 3 എണ്ണുന്നു, ഇൻഹെയിൽ 1 2 3 ഇൻഹെയിൽ, ഹോൾഡ് ചെയ്യണമെന്നില്ല, 1 2 3 എക്സെയിൽ, ആൻഡ് 5 times ചെയ്താൽ സാമാന്യം സത്യമാണ് കേട്ടോ, ഇത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ബാങ്കിലൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ഇതിന് മുമ്പേ പറഞ്ഞ് അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ അപ്പോഴൊന്നും ചെയ്തിട്ടില്ല. ഈ സെക്രട്ടറി പോസ്റ്റ് കൈകാര്യം ചെയ്തപ്പോൾ ദിവസവും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ, വള്ളികൾ വന്ന് തലേ വീഴാറുണ്ട്. അപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു കാര്യമാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. ശരിക്കും അത് എഫക്റ്റീവാണ്. ചെയ്യാൻ തയ്യാറുണ്ടോ? ഹലോ. ഓക്കെ മാം, റെഡിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേൺ ആയിട്ടിരിക്കുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കുക. ക്യാമറ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇരിക്കുക. ഡീപ്പായിട്ട് ഒരു ഇൻഹെയിൽ 1 2 3, 1 2 3 എക്സെയിൽ 5 times വേണേ. 1 2 3 exhale, 1 2 3 inhale 1 2 3 exhale 1 2 3 inhale 1 2 3 exhale 1 2 3 inhale 1 2 3 exhale 1 2 3. ഓക്കെ, ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അനുഭവസ്ഥരാണെന്ന് തോന്നുന്നു ഈ നമ്മുടെ പാർട്ടിസിപ്പൻസിൽ 99% എന്ന് എനിക്ക് തോന്നുന്നു. ബ്രീത്തിങ് എക്സസൈസ് ഒത്തിരി ഉപകാരമാണ്. ദെൻ walk daily 10 to 5 minutes, 15 minutes, 10 to 15 minutes outside help the body feel good. അതായത് നമ്മൾ ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സാധാരണ അവനവൻ്റെ മുറ്റത്തൂടെ നടക്കുന്ന കാണുന്നുണ്ട്. അമ്മമാരൊക്കെ ഞങ്ങളുടെ വീടിന് പരിസരത്തൊക്കെ അമ്മമാർ വീടിന് റൗണ്ട് ചെയ്യും. അതുപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ടെറസിന് മുകളിൽ കിട്ടും. ടെറസിന് മുകളിൽ നടന്നാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ അന്തരീക്ഷം കാണാനും ഭംഗി ആസ്വദിക്കാനും പറ്റും. മറിച്ച് അതിലുപരി നമ്മൾ ഗ്രാമാന്തരങ്ങളിലാണെങ്കിൽ 100%, അത് 10-15 മിനിറ്റ് ഒന്നും അല്ല, അതിൽ കൂടുതൽ ഒരു അരമണിക്കൂർ വെളിയിലേക്ക് ഇറങ്ങി നടന്നാൽ നമ്മൾ കാണുന്ന നമ്മളുടെ പരിചയമുള്ള മുഖങ്ങളുമായിട്ട് നമുക്കൊന്ന് മിണ്ടാം, നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം, സ്നേഹം, ഒന്ന് ചിരിക്കാം. അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ പറയും, നമ്മളുടെ കാര്യങ്ങൾ പറയും. ഹിയറിങ്ങും അത് ലിസണിങ് ആൻഡ് ഷെയറിങ് നടക്കും. അത് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡെയിലി ഒന്ന് വെളിയിലിറങ്ങുക, ഔട്ട്സൈഡ് വാക്കിംഗ്, അതാണ് ശരിക്കും ഗുണം ചെയ്യുന്നത്. ദെൻ ടോക്ക് ടു ഫ്രണ്ട്സ്. നമ്മളുടെ ഫ്രണ്ട്സ് ഇല്ലാത്തവരാരും തന്നെ കാണത്തില്ല. ഒരു ഉൾവലിഞ്ഞവരാണെങ്കിൽ അവരെ നമുക്ക് അങ്ങോട്ട് വിളിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു സജഷൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സോ നമുക്ക് ആവശ്യമുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്ന കക്ഷികളെ അവരെ അങ്ങോട്ട് വിളിക്കുക. നമ്മൾ കുറച്ച് അങ്ങോട്ട് വിളിച്ചു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളെ ഇങ്ങോട്ടും വിളിക്കും. അപ്പോൾ നമ്മളുടെ ഹാപ്പിനെസ്സും വറീസും എല്ലാം ഷെയർ ചെയ്യുക വിത്ത് ഫാമിലി. ഇനി വീട്ടിലാണെങ്കിലും ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഫ്രണ്ട്സ് ടോക്ക്, ടേബിൾ ടോക്ക് പോലെ ഫ്രണ്ട്സ് ടോക്ക് നടത്തുക. ഫാമിലി സമയം ചെലവഴിക്കുന്നത് സംസാരിച്ച് നമ്മുടെ ഹാപ്പിനെസ് ആൻഡ് വറീസ് ഷെയർ ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ റിലാക്സ് മസിൽസ്. ഈ ടൈറ്റനായിട്ടിരിക്കുന്ന മുമ്പേ പറഞ്ഞല്ലോ, ഷോൾഡറൊക്കെ വലിഞ്ഞു പിടിച്ച് ഒരു ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാം. കൈയൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് ഷോൾഡർ ആൻഡ് ടൈറ്റൻ ആൻഡ് റിലാക്സ്, ടൈറ്റൻ ആൻഡ് റിലാക്സ്, ടൈറ്റൻ ആൻഡ് ലൂസ് ആംസ്. ദെൻ ലെഗ്സ് 1 by 1. ഈ കൈയും കാലും ഒക്കെ ഒന്ന് കുടഞ്ഞ് വലിച്ചു പിടിച്ച് ചെയ്യുക.
കാലുകളൊക്കെ ഒന്ന് നേരെ മുകളിലേക്ക് പത്തികളൊക്കെ മേലെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പൊക്കി നമുക്ക് റിലാക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്സ് റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ ബ്രീത്ത് സ്ലോലി, ബ്രീത്തിങ് പ്രാക്ടീസ്, then walk daily 10 to 50 minutes or 15 minutes as you like. Then talk to friends, share happiness and worries ഷെയർ ചെയ്യുക. then relax muscles. നമ്മൾ ടൈറ്റൻ ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നത് ഫീൽ ചെയ്യും. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു പകുതി കൂടുതലും നമുക്ക് ആ മാറ്റം തിരിച്ചറിയാൻ സാധിക്കും. ഒരു 21 ഡേയ്സോ ഒരാഴ്ചയൊക്കെ ചെയ്താൽ പോലും നമുക്കത് വളരെ പെട്ടെന്ന് ചിന്തിക്കും, പിന്നെ ഇതങ്ങ് ചെയ്താൽ ഉടനെ നമ്മുടെ ക്ഷീണം എല്ലാം പോകാം. പക്ഷേ ചെയ്യുമ്പോൾ അറിയാം, പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം കിട്ടുന്നത്, പറയുന്നതിലുപരി. ഓക്കെ, ദെൻ മോർ ഈസി ടിപ്സ്. സ്റ്റേ ആക്റ്റീവ്. എപ്പോഴും നമ്മൾ ചതഞ്ഞുകൂടി ഇരിക്കാതെ എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കണം, നല്ല പ്ലസൻ്റ് ആയിരിക്കണം, നല്ല പോസിറ്റീവ് കാര്യങ്ങളായിരിക്കണം ചിന്തിക്കുന്നത്. അതോടൊപ്പം ഈറ്റ് വെൽ, ഫുഡ് നന്നായിട്ട് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക. വലിച്ചുവാരി ഒത്തിരി ഫുഡ് കഴിക്കാതെ നല്ല ഫുഡ് സമയത്ത് വേണ്ട പോലെ, കൊച്ചുകുട്ടികളാണെങ്കിൽ കഴിക്കേണ്ട ഫുഡും മധ്യവയസ്കർ കഴിക്കേണ്ട ഫുഡും പ്രായമായവർ കഴിക്കേണ്ട ഫുഡും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെ മണി പോക്കറ്റിനെയൊക്കെ ബേസ് ചെയ്ത് നേരത്തെ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു മാസികയെ ഞാൻ വായിച്ചു. അലുവാല, ഒരു കേന്ദ്രത്തിലെ ഒരു മന്ത്രി പറഞ്ഞാണ് ഈ ഗ്രാമപ്രദേശത്തെ ജനങ്ങളൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക് കഴിക്കുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം വില കൂടുതലെന്ന്. പക്ഷേ ആ രീതിയല്ല, എല്ലാ മനുഷ്യർക്കും ഫുഡ് നന്നായിട്ട് കഴിക്കാം. അതുപോലെ ഫുഡ് കഴിക്കുക, സ്ലീപ്പ് ഇനഫ്, ആവശ്യമായി ഉറങ്ങുക. ചില ഈ 9 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന് പറയുന്നതിലും എൻ്റെ അനുഭവത്തിൽ ചില വ്യക്തികൾക്ക് 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങിയാൽ ധാരാളം മതി. അവരെ സംബന്ധിച്ച് 8 മണിക്കൂർ ഉറങ്ങണ്ട. ബട്ട് ഈ രാത്രിയിൽ ഒരു 9 മണി അല്ലെങ്കിൽ 10 മണി ടു 4 മണിയാണ് നന്നായിട്ട് ഉറങ്ങേണ്ട സമയം. അതൊരു സത്യമാകട്ടെ. എനിക്ക് നമ്മുടെ കസിൻസൊക്കെ ഉണ്ട്, എൻ്റെ ഒരു ബ്രദറുണ്ട്, 3 മണിക്കൂർ ഉറങ്ങിയാൽ ധാരാളം മതി. പിന്നെ ഒരു ജ്യേഷ്ഠനുണ്ട്, കഷിക്കും ഉറക്കം കുറച്ച് മതി. പിന്നെ എനിക്ക് നമ്മുടെ അകന്ന ബന്ധുക്കളുടെ വീട്ടിൽ 2 കക്ഷികൾ പറയാം, അമ്മയുണ്ട് മോനും ഉണ്ട്. 2 പേർക്കും ഉറക്കം ഒരു പ്രശ്നമേ ഇല്ല. അതേസമയം ഞാനൊക്കെ ആണെങ്കിൽ 6 മണിക്കൂർ ത്രൂഔട്ട് ഉറങ്ങിയാലേ എനിക്കൊരു സുഖമുള്ളൂ. ഇടയ്ക്ക് ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ അസ്വസ്ഥതയാണ്, പിറ്റേ ദിവസം നല്ല ക്ഷീണമുണ്ട്. അപ്പം സ്ലീപ്പ് ഇനഫ്, അവനവൻ്റെ ബോഡിക്ക് അനുയോജ്യമായ രീതിയിൽ സ്ലീപ്പ് ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, എൻജോയ് ഹോബീസ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഹോബീസ്, നമ്മൾ പുസ്തകം വായിക്കുകയോ സിനിമ കാണുകയോ ഇനിയും ഫുട്ബോൾ കളിക്കുക, അതുപോലുള്ള ഇപ്പോൾ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമുണ്ട്. അപ്പം അവരെ തുറന്നങ്ങ് വിടുക. ഈ രാത്രിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അത്ര അനുയോജ്യമല്ലെങ്കിലും അവരെ വിടുക, എൻജോയ് ചെയ്യുക, അവരുടെ ഹോബീസിൽ അവർ എൻഗേജ്ഡ് ആയിക്കോട്ടെ. ദെൻ തിങ്ക് പോസിറ്റീവ്. അതിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് റൈറ്റ് 3 ഗുഡ് തിങ്സ് ഡെയിലി ഇൻ എ നോട്ട്ബുക്ക്. നമുക്ക് ഒരു നല്ലൊരു മഹത്വചനമുണ്ട്, ഒരു വ്യക്തിയുടെ നന്മ മാത്രം നമ്മൾ എടുക്കുക, ബാഡ് തിങ്സ് ഒന്നും എടുക്കണ്ട എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോ ദിവസം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമ്മൾക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യാനേ പോകണ്ട. ഇപ്പം രാവിലെ നമുക്കിഷ്ടമുള്ള ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി വന്നു, നമ്മൾ അവരുമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫുഡും ഒക്കെ കഴിച്ചു, ഷെയർ ചെയ്ത് പോയി, നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അത് വൈകുന്നേരം ഒന്ന് എഴുതി വെക്കുക, ജേണലൈസ് ചെയ്യുക. റൈറ്റ് 3 ഗുഡ് തിങ്സ് ഡെയിലി ഇൻ എ നോട്ട്ബുക്ക്. അതൊരു ജേണലായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും സുഖം. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇന്ന ദിവസമാണല്ലോ ഇന്നവർ വന്നത് എന്ന് നമുക്ക് അത് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായും നമ്മൾ ജേണൽ കീപ്പ് ചെയ്യുന്നത് ഏറ്റവും വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ പിന്നെ നോട്ട്ബുക്കിൽ തന്നെ അത് എഴുതി വെക്കുക. നമ്മൾ വൈകുന്നേരം കിടക്കുമ്പം ഇന്നത്തെ സന്തോഷം നമ്മൾ ഓർക്കുന്നതിലുപരി ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ പ്രേ ഓർ മെഡിറ്റേറ്റ്. എല്ലാവരും കുടുംബ പ്രാർത്ഥനയും എല്ലാവരോടും ഒരുമിച്ചൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വീടുകളിൽ പ്രയർ ചെയ്യുന്ന റിയൽ ടൈം ഒക്കെ ഉണ്ടല്ലോ.
അപ്പം അതൊക്കെ തീർച്ചയായും അനുയോജ്യമാണ്, ആവശ്യമാണ്, അനുകരിക്കാവുന്നതുമാണ്. സമയമില്ലാത്തവർ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളുടെ നല്ല സർവൈവലിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ദെൻ സിറ്റ് ക്വയറ്റ് ഫോർ 5 minutes. മെഡിറ്റേഷൻ ഒന്നും ഇഷ്ടമില്ല. ചിലരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഏതോ രാഷ്ട്രീയക്കാരുടെ ഭാഗമാണ്, അല്ലെ ഏതോ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ പ്രയർ എന്ന് പറയുന്നത് ദൈവത്തെ വിളിക്കുക, ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവർക്കൊന്നും പ്രയർ ഒന്നും ഇല്ലാത്ത ഒരു ടെൻഡൻസി ചില സമൂഹങ്ങളിലും ചില വ്യക്തികളിലും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ വെറുതെ വിട്ടേക്കുക. അവർ മറ്റുള്ളവരെ എല്ലാം അവരൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കാം ആൻഡ് ക്വയറ്റായിട്ട് ചുമ്മാ ഇരിക്കുക. ടെറസിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ മതി. ഏറ്റവും നല്ല കാര്യമാണ്. ആ നക്ഷത്രങ്ങളെയും ആ ചന്ദ്രനെയും ആ ഉൽക്കകളെയും വാൽനക്ഷത്രങ്ങളും പടയാളൊക്കെ ഉണ്ടല്ലോ, എന്താ അവർ പറയുന്നത്, ഈ ഇത് ഒക്കെയുള്ള എന്തായാലും പേര് മറന്നുപോയി. അപ്പം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒരു 5-10 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ മുകളിൽ എവിടെയെങ്കിലും വിശാലമായ സ്ഥലത്ത് പോയിരുന്ന 5-10 മിനിറ്റ് കൊണ്ടൊന്നും എഴുന്നേറ്റ് പോരത്തില്ല, അത് വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ പ്രയർ, മെഡിറ്റേഷൻ ഓർ ക്വയറ്റ് ഫോർ 5 minutes ഓർ എബവ്, ഇതൊന്നും പറ്റാത്ത കേസിലാണ് ലാസ്റ്റ് സി എ ഡോക്ടർ ഇഫ് വറി ലാസ്റ്റ് ലോങ്. നമ്മളെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വറീസ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഇനി ഇതൊന്നുമില്ല, ഡോക്ടറെ കാണുകയില്ലെന്ന് എന്നെപ്പോലെ ശടിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആണ്. പിന്നെ അത്യാവശ്യം വന്നാൽ പോകണം കേട്ടോ, തീർച്ചയായും. ദെൻ ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ ലൈഫ് ഫീൽസ് ഹെവി. നമുക്ക് ജീവിതം ഭാരമാകുന്ന ഒരവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ആവശ്യപ്പെട്ടിരിക്കണം. അത് നമ്മൾ സമൂഹജീവിയാണ്. നമ്മൾ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ഡിപ്പെൻഡ് ചെയ്യാം. കൊടുക്കൽ വാങ്ങൽ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യാം. ഓക്കെ, ദെൻ but it's not okay to stay silent when you are struggling. Not okay. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒന്നും നേടാനില്ല. നമുക്കറിയാം, ചില വ്യക്തികൾ സൂയിസൈഡ് പോയിന്റിൽ ഫ്രണ്ട്സ് ഒരു ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, അവരാ മാനസിക നില മാറും. നീ എന്തെടുക്കുവാണെന്ന് ചോദിച്ചാൽ ഉടനെ വിളിച്ച് നമുക്കൊന്ന് കാപ്പ് കുടിക്കാൻ പോകാം. ഒരുപക്ഷെ അതൊരു ലക്കായിരിക്കാം, എങ്കിൽ പോലും ഒരു നിമിഷത്തെ കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നതിലും നല്ലത് അട്ടഹസിക്കുന്നതാണ്, ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചിരി പാസ്സാക്കാം. എല്ലാവരും റെഡിയാണോ? ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ കൈ കൊട്ടി ഒന്ന് ചിരിച്ചു കളയാം. ഓക്കെ, ഫോളോ മീ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്റെ പടം വരുന്നില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഉത്കണ്ഠ ഇല്ലാത്ത ആരാ ഉള്ളത് അല്ലെ? ഉത്കണ്ഠ ഇല്ലാത്ത ആരാ ഉള്ളത്? അപ്പം ഉത്കണ്ഠ ഉള്ളവർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെ അടിപൊളിയാണ്. ആദ്യം മുതൽ അവസാനം വരെ ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ സയന്റിഫിക് വശങ്ങൾ, അതിന്റെ സിംറ്റംസ്, സൊല്യൂഷൻസ്, ഏറ്റവും അവസാനം നൽകിയിരുന്ന മനോഹരമായ ഒരു ചിരി. അപ്പൊ ആ ചിരിയിലൂടെ അത് പൂർണ്ണമാക്കി. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. മനോഹർ സർ പറയും. താങ്ക് യു ലീതാമോഹൻ മാം, ബാബു, ഡോക്ടർ സാബിക് എല്ലാം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. കാര്യങ്ങളെ എല്ലാം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. PPT-യിലൊക്കെ എല്ലാ കണ്ടന്റും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് ഉത്കണ്ഠ എന്നും ഉത്കണ്ഠ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ ടിപ്സ് അടക്കം നല്ല അവസാനം സബ്ദർ പറഞ്ഞ പോലെ ഒരു
ചിരി യോഗയായിരിക്കും ഇത് ഉദ്ദേശിച്ചില്ലേ? ചിരി യോഗ എന്ന് പറയുന്നത് അതിലൂടെ അവസാനിപ്പിച്ചത് വളരെ നന്നായി. നമ്മൾ ടെൻഷനൊക്കെ ചിരിയെപ്പോഴും നമുക്ക് ടെൻഷൻ കുറയ്ക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവി അതിനെപ്പറ്റിയുള്ള ആകുലതയാണല്ലോ ഉത്കണ്ഠ എന്ന് പറയുന്നത്. എല്ലാ ആളുകളിലും ബേസിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഉത്കണ്ഠയില്ലാത്ത മനുഷ്യന്മാരില്ല. അപ്പൊ നമ്മളടക്കം ഏതൊരു ആളും ഭാവിയെ പറ്റി ആകുലത പുലർത്താത്ത ആളുകളില്ല. അപ്പൊ നമ്മുടെ ക്ലിനിക്കിലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ ഇങ്ങനെയുള്ള കേസുകൾ, ധാരാളം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് മിക്കവാറും ഇന്ന് കാണപ്പെടുന്ന. നമ്മൾ പറയുകയാണെങ്കിൽ WHO കണക്ക് പറയാൻ 8 എങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സമൂഹത്തിൽ വ്യാപകമായ ഒരു കാര്യമാണ്. ഈ സബ്ജക്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. അപ്പൊ അത് ഒരു പ്രാവശ്യം കേട്ടതും നമ്മൾ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെയാണ്. എങ്കിലും അത് ഒരു വേറെ വേറെ വേർഷനിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ മനോഹരമാകുന്നു. കാരണം കോട്ടയം ജില്ല അതിന്റെ ഭാരവാഹികളൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ലീലാമോൾ മാമിനെ വളരെ നല്ല രീതിയിൽ ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് അല്ലേ, ഇവിടെ അല്ല ഇപ്പോ ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു സർ. കാണട്ടെ ഓമന ടീച്ചർ. സാർ ആദ്യം തന്നെ എന്നെ വിളിക്കുമെന്ന് ഓർത്തില്ല. പിന്നെ നല്ല ആങ്സൈറ്റി ഇല്ലാത്ത ആരുമില്ല. നമ്മളൊക്കെ വർക്കിംഗ് വുമൻസ് ആകുമ്പം ശരിക്കും നമ്മളെന്തെങ്കിലും അടുപ്പേ വെച്ച് ഓഫാക്കാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു അവസ്ഥ പകലേ ഉണ്ടാകും. മറ്റുള്ളവർക്ക് പിന്നെയും രാത്രി പോയി കിടന്നുറങ്ങി പോകുന്നത് പ്രശ്നമേ ഉള്ളൂ. എന്നാലും വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. വീട് പൂട്ടി പോകുമ്പം ഞാനും പോയിട്ടുണ്ട്. മുൻവശം പൂട്ടി പുറകുവശം പൂട്ടാതെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻസ് വന്ന് അതിൻ്റെ അകത്ത് അവരാ കറക്റ്റ് ടൈമിന് പല തവണ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവര് അകത്ത് കയറി, പക്ഷെ അവർക്ക് മുൻവശത്തൂടെ ഇറങ്ങാൻ പറ്റൂല. ഞാൻ വന്നപ്പോ അവര് വീട്ടിലുണ്ട്. മുൻവശത്തുനിന്ന് അകത്ത് കയറി വെക്കുമ്പോ ഞാൻ മുൻവശത്ത് തുറന്ന് കയറിയപ്പോ അവിടെ ആളുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പറ്റിയിട്ടുണ്ട്. ഹീറ്ററിൽ കുക്കറിൽ പാല് വെച്ചിട്ട് തിരിച്ചു വരുമ്പോ അതൊരു കുക്കർ നല്ല കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്നതും. അപകടങ്ങളൊന്നും വന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് വെള്ളം പിള്ളേര് 4 മണിക്ക് വരുമ്പോൾ വെള്ളം കുടിച്ചോട്ടെ എന്നോർത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഓഫാക്കാതെ പോയതും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലിയും വീടും എല്ലാം കൂടെ ഒന്നിച്ച് പിള്ളേരുടെ ഉത്തരവാദിത്വം എല്ലാം കൂടെ ഒരുമിച്ച് ഒരാൾ കൊണ്ടുനടക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് സംഭവിക്കാതിരിക്കുകയില്ല. പക്ഷെ ഈ ആൻസൈറ്റിയും പേടിയും കുറച്ച് വേണ്ടിയതാണ്. എന്നാൽ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ശ്രദ്ധിക്കും. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എൻ്റെ ഒരു മോളുണ്ടായിരുന്നു പരീക്ഷ പേടി ഇല്ലാത്ത. അപ്പൊ അവർക്കൊരു കുറച്ച് പരീക്ഷ പേടി ഉണ്ടായി കിട്ടാൻ എന്നാ വഴിയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷ പേടിയില്ല. ആ പരീക്ഷയുടെ അന്ന് കൂളായിട്ട് അതിലൂടെ നടക്കും. പുസ്തകം വായിക്കില്ല. TV കാണാൻ പറ്റുമെങ്കിൽ കാണും. ഈ TV കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ പത്രം എടുത്ത് വായിക്കും. ഞാൻ പറയാ പത്രം വൈകുന്നേരം വന്ന് പരീക്ഷയുടെ അന്ന് വൈകുന്നേരം വായിച്ചാൽ മതി, ഇത് മാഞ്ഞു പോകുകയല്ലോ എന്ന് ഞാൻ പറയും. പക്ഷെ ഒരു രക്ഷയില്ല. അത് പത്രം വായിച്ചിട്ട് പോയാലേ അവർക്ക് അവിടെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് ആളുകളുണ്ടല്ലോ. മാഡത്തിന്റെ ക്ലാസ് എല്ലാത്തിക്കൊണ്ടും എല്ലാ കാര്യത്തിലും ഒന്നും കൂടി ഒന്ന് റീതിങ്കിങ് നടത്താനും ഉപകാരപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു മാം. PCTയുടെ ഭാഗമായിട്ട് നമ്മൾ 12ാമത്തെ ക്ലാസ്സാണ്. ഔദ്യോഗികമായിട്ട് ലതാമോഹൻ മാമിനൊരു നന്ദി പറയേണ്ടതുണ്ട്. ബാബു തോമസ് സാർ. ബാബു സാർ. പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, ലതാ മാഡത്തിന് നന്ദി പറയുക എന്നതാണ് ചുമതലയെങ്കിലും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനം നൽകുകയാണ്. അങ്ങനെ നൽകാനുള്ള കാരണം, വളരെ നേരത്തെ തന്നെ ക്ലാസ് എടുക്കാനുള്ള ആ ഒരു താല്പര്യം മാഡം പറഞ്ഞിരുന്നു. മാഡം അതുപോലെ വിചാരിച്ചിരുന്നെങ്കിലും അവിചാരിതമായിട്ട് ക്ലാസ് നീണ്ടുപോയി. അപ്പോൾ പിന്നീട് മാഡം ബാംഗ്ലൂരിലേക്ക് പോയി. ഇപ്പോൾ അവിടെ തിരക്കുള്ള സമയമാണ്. എങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറായ മാഡത്തിന് പ്രത്യേകമായിട്ടുള്ളതായ അഭിനന്ദനങ്ങൾ നേരുകയാണ്.
മാഡം ആൻസൈറ്റിയെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ നമുക്കറിയാം ആൻസൈറ്റി എന്ന ആ ഒരു വികാരം അതെല്ലാം എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷേ അത് നമ്മുടെ കൺട്രോളിന് അപ്പുറം പോവുകയാണെങ്കിൽ അതൊരു രോഗമായിട്ടും ഡിസോർഡറായിട്ടും ഒക്കെ വരും. ആൻസൈറ്റി ഡിസോർഡറിന്റെ പല ടൈപ്സ് മാഡം പറഞ്ഞു. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, സ്പെസിഫിക് ഫോബിയ, പാനിക് ഡിസോർഡർ, സപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, ഇങ്ങനെ പല ടൈപ്പിലുള്ള ആൻസൈറ്റി ഉണ്ട്. അപ്പൊ ഈ ആൻസൈറ്റി എന്താണെന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഏറ്റവും അവസാനം ആൻസൈറ്റി എങ്ങനെ കുറയ്ക്കാം, അങ്ങനെ നല്ലൊരു അവബോധം നമുക്കെല്ലാം നൽകുവാനായിട്ട് ലതാ മാഡത്തിൻ്റെ ഈ ക്ലാസ്സിന് കഴിഞ്ഞു. മാഡത്തിന് നമ്മുടെ എല്ലാവരുടെയും നാമത്തിലുള്ളതായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഊഷ്മളമായ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സാർ. PCT-യുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് കോട്ടയം യൂണിറ്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ഔദ്യോഗികമായി നന്ദി പറഞ്ഞത് നമ്മുടെ ബാബു തോമസ് സാറാണ്, കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. തുടർന്ന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജോസഫ് ജോൺ സാർ. നമസ്കാരം. നമസ്കാരം ലതാ മോൾ മാഡം. മാഡം എവിടെയാണ് സ്ഥലം? ഇവിടെ കോട്ടയം. കോട്ടയത്താണ്. അത് ഞാൻ ചോദിച്ചതെന്നു വെച്ച് കഴിഞ്ഞാല് നല്ല ഭാഷ, അതുപോലെ തന്നെ നല്ല ഭാഷണം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഫീലോട് കൂടിയാണ് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഞാൻ അവസാനമാണ് ഇരുന്നൊന്ന് കേൾക്കാൻ പറ്റിയത്, ലാസ്റ്റ് മൊമെന്റുകളിലാണ്. എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നല്ലൊരു ക്ലാസ്സാണ് ഇന്ന് കോട്ടയം PCT നമുക്ക് തന്നത്. ഞാൻ വളരെ ആങ്സൈറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കൂടുതൽ ഇങ്ങനെ, അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു കുറവൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കോർട്ടെക്സ് ബേസ്ഡ് ആണെന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കുറേ ടിപ്സ് മാഡത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടി. അതായത് ഒരു ആൻസൈറ്റി എന്നുള്ളതൊരു വലിയ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കൂടുതലായി കഴിഞ്ഞാലുള്ള കാര്യം. ആ ഒരു വിഷയത്തെ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്, സിമ്പിൾ ഭാഷയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുക. PPT-ഒക്കെ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഭാഷയാണ് മാഡം ഉപയോഗിച്ചത്. പിന്നെ ഏതായാലും PCT കോട്ടയം നടത്തുന്ന ഈ പരിപാടി ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറയുന്നു എന്നുള്ളതൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നിപ്പം വളരെ കുറവായിരുന്നു ആൾക്കാർ. അപ്പോൾ അതിനുവേണ്ടി ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന്, സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇന്നൊരു ഈ ഒരു വിഷയത്തിൽ അവയർനെസ് നൽകിയ മനോഹരമായ ക്ലാസ് നയിച്ച മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ കോട്ടയം PCTA ചാപ്റ്ററിന് താങ്ക് യു. താങ്ക് യു സാർ. പ്രത്യേകിച്ച് ജോസഫ് സാർ വന്നപ്പോഴത്തേക്കും മാം ചിരിക്കുന്നതൊക്കെ ആയിരിക്കും കണ്ടോ അല്ലേ? അതെ, അല്ല ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒന്ന് ഇരുന്ന്, വീട്ടിലെത്തിയൊന്ന് ഇരുന്നത് അവസാന പോയിന്റുകൾ. ഫുൾ എനർജിയിലാണ് ക്ലാസ്സിൽ. അയ്യോ യെസ്, ആ എൻഡിങ്ങും തുടക്കം ഞാൻ കേട്ടില്ല, പക്ഷെ എൻഡിങ് വളരെ മനോഹരമായിരുന്നു. യെസ്. സാധാരണ ക്ലാസ്സിന്റെ അവസാനമൊക്കെ നമുക്ക് ടയർഡ് ആവും. മാം നേരെ തിരിച്ചായിരുന്നു അല്ലേ? അവസാനം ഫുൾ എനർജിയിലെടുത്തു. നമ്മളെല്ലാവരും ചിരിപ്പിച്ച് കളഞ്ഞു അല്ലേ? അതെ അതെ. അതായത് ആങ്സൈറ്റി നമുക്ക് നമ്മളെ ഒരു റിലാക്സ്ഡ് ഇതിലൂടെ മൂഡിലാണ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. പ്രശ്നങ്ങളൊക്കെ പോയി ചിരിപ്പിച്ച് ഓക്കെ, കളഞ്ഞു. താങ്ക് യു സാർ. അൽകുമാർ സാർ കേൾക്കുന്നു? അൽകുമാർ സാറിന്റെ, സെറീന, സ്നേഹലത മാം പറയട്ടെ സാറേ കേട്ടായിരുന്നോ? പറയട്ടെ.
ആ സാറേ, ഇതൊരു ക്ലാസ് അല്ലായിരുന്നു, ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എൻജോയ് ചെയ്തു. മാം സൈക്കോളജി അങ്ങ് എല്ലാം ഭയങ്കര സാധനം എന്നുള്ള മട്ടിലല്ല, മാം ഒരു ഫ്രണ്ട്ലി ടോക്ക് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാത്ത കാര്യത്തില് അവതരിപ്പിച്ചു. വളരെ നന്ദി മാം. താങ്ക് യു, താങ്ക് യു സർ. എനിക്കിതെല്ലാം ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അല്ലേ? ആ നമുക്ക് അതെ അതെ എല്ലാവർക്കും ഈ അതെ പ്രശ്നം അതെ. സ്വന്തം അനുഭവത്തിലൂടെ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതല്ലേ, അത് രസമായില്ലേ? തുടക്കം ഉണ്ടല്ലോ, അതൊരു നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അൽകുമാർ സാർ പറയും. ആ സാറേ, ഞാൻ ഒരു 2-3 മിനിറ്റ് താമസിച്ചേ. എങ്കിലും സാധാരണ ഈ ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ഉത്കണ്ഠ അല്ലേ, ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു വെച്ചത്. പേടി, ഒരു മാനസിക അസ്വസ്ഥത. പിന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ അഭിനന്ദനങ്ങൾ. ടൈപ്സ് ഓഫ് ആൻസൈറ്റിയെ പറ്റി പറയുന്നത് ഞാൻ പിന്നെ അത് പറയണ്ട. ജനറൽ വറി, പാനിക് അറ്റാക്സ്, ഹെൽത്ത് ഫിയർ, ടു മച്ച് തിങ്കിങ് അബൌട്ട് ഇൽനെസ്. ശരിയാണ്, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ എവിടെ നിന്നാണ് ആൻസൈറ്റി ഉണ്ടാകുന്നതെന്നുള്ള കാര്യവും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. പിന്നെ കോമൺ സയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ എടുത്ത് പറയുന്നില്ല. റെസ്റ്റ്ലെസ്നെസ്, അവോയ്ഡൻസ്, സ്ലീപ്പ് ഇഷ്യൂസ്, ഇറിറ്റബിലിറ്റി എല്ലാം നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നെ എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട, ഏകദേശമൊക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിലും ഒന്നും കൂടെ എടുത്ത് പറയുകയുണ്ടായി. ബ്രീത്ത് സ്ലോലി, ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ നല്ല സുഹൃത്തുക്കളുമായി, സ്നേഹമുള്ള നല്ല ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിക്കണം. പിന്നെ റിലാക്സ്ഡ് മസിൽസ് എന്നുള്ള കാര്യവും നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യകതയെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ. അല്ലാത്തവർക്ക് പ്രെയറുണ്ട്, മെഡിറ്റേഷനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല വിശദമായിട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലതാ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എന്തായാലും നല്ലൊരു ക്ലാസ്സാണ്. കൺഗ്രാജുലേഷൻസ്. ഓവർ ടു സാബു സർ. ഓക്കെ, താങ്ക് യു സാർ. ഗോകുമാർ സാർ ഉണ്ടോ? ഗോകുമാർ സാർ. ജോർജ് സാർ. സെറീന മാം. യെസ്, ജോർജ് സാർ പറയും. Thank you, Sabu sir. Hi, Lidamal ma'am. താങ്ക് Thank യു you. സർ. Congratulations, madam. ഓക്കെ, Congratulations. താങ്ക് യു സർ. ആങ്ഷൈറ്റി കാലിക പ്രസക്തമായ ഒരു വിഷയം. സമൂഹത്തിൽ ആർക്കാ ഇതില്ലാത്തത് എന്നതിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ട്. അതെ അതെ അതെ. ഗണ്യമായ ഒരു വിഭാഗത്തിനുണ്ട്. കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവര് പറയും ഭയങ്കര. അതെ 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 അതെ, ആകെ സത്യം. പ്രശ്നം. കുട്ടികളുടെ അമ്മമാര് പറയും അയ്യോ കുഞ്ഞുങ്ങളെ കണ്ടു വലിയ പ്രശ്ന. എംപ്ലോയീസ് പറയും, വാർദ്ധക്യത്തിലുള്ളവർ പറയും, എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെ. പിന്നെ അതിന്റെ ഗുണവും ദോഷവും പറഞ്ഞല്ലോ. അപ്പൊ അത് നല്ലത് തന്നെ, പരിധി വിട്ടാൽ പ്രശ്നം. അങ്ങനെ ആയാലും എന്തൊക്കെയാ പ്രതിവിധി അതെല്ലാം പറഞ്ഞു തന്നു. അറ്റ കൈക്ക് വേണ്ടി വന്ന ഒരു ചിരി ഇരിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ചിരി കൂടുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണണം. എളുപ്പ മെത്തേഡ്, ഒരു ചെലവില്ലാത്ത റിലാക്സേഷൻ, ബ്രീത്തിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ. നല്ല അവതരണമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കുറവൊന്നും ആരും പറയുന്നില്ലേ? കുറവുകൾ പറയാൻ അറിയുന്നവർ വേണ്ടേ, അവരാരും പറയാൻ. ഈ ശരിക്കും ആൻസൈറ്റി ഉള്ളവരുടെ അല്ല, ശരിക്കും കേൾക്കുന്നവരുടെ ആൻസൈറ്റി പോലും പോകും. ഓക്കെ, ഇതാരുള്ള പറയാൻ? സെറീന മാം പറയുന്നോ? ലതാമാം ക്ലാസ് ആനുകാലികം നമ്മളുടെ കോമൺ സബ്ജക്റ്റ്, ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത്. അതുള്ളത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കുറച്ച് ആങ്സൈറ്റി നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതാണ്. കുറച്ചൊക്കെ പങ്ക്ച്വലായിരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാം പറഞ്ഞായിരുന്നു. അത് വളരെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ. പിന്നെ ഈ ആങ്സൈറ്റി മാം പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ പിടച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വീട് പൂട്ടിയോ എന്നുള്ള ഒരു ആങ്സൈറ്റി അത് ഉള്ളിൽ തോന്നുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ സത്യമായിരിക്കും, വീട് പൂട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മൾ ആ ആങ്സൈറ്റി കാരണം അടുത്ത വീട്ടിലെ കുട്ടിയോട് വീടൊന്ന് നോക്കാവോ, ഡോറൊന്ന് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ താക്കോല് തൂങ്ങി കിടപ്പുണ്ട്, വീട് പൂട്ടിയിട്ടില്ല, പൂട്ടിയിട്ട് താക്കോൽ എടുത്ത് വെച്ചേക്കാന്ന് പറയും.
അത് എന്തുകൊണ്ടും അത് ഓവറായിട്ടുണ്ടെങ്കിൽ, അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് അധികമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, എല്ലാവരുടെ അടുത്തും പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഉണ്ടാവും. അവർ സംരക്ഷിക്കുമോ എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാവും. ഇനി അവരെവിടെയെങ്കിലും കൊണ്ടേയാക്കുമോ എന്നുള്ള ആങ്സൈറ്റി ഉണ്ടാവും. കുട്ടികൾക്കുണ്ടാവും, പരീക്ഷ പേടി ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് അവരുദ്ദേശിച്ച സർവീസിലേക്ക് അവർ എത്തുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ എന്തിന് 10ാം ക്ലാസ്സിൽ എഴുതുന്ന കുട്ടികൾക്ക് നല്ല ആങ്സൈറ്റി ഉണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയതിന്റെ പേരിൽ. എല്ലാ സമൂഹത്തിനും ഈ ആങ്സൈറ്റി ഇന്ന് ശരിക്കും ഒരു അപകടാവസ്ഥയിലേക്ക് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. കമ്പാരിസൺ ആയിരിക്കാം മിക്കവാറും അതിനുള്ള ഒരു ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് തോന്നുന്നു. കാരണം അവർക്കത് ഉണ്ട്, എനിക്കതില്ല, ഞാനതിലേക്ക് എത്തുമോ എന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആങ്സൈറ്റി അത് കുറച്ച് കൂടി വരും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചുള്ള ആങ്സൈറ്റി ഒത്തിരി കുടുംബിനികളെ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന കുടുംബിനികൾ അതിന് ഒത്തിരി വറീഡ് ആകുന്നുണ്ട്, അവർ എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ. അപ്പം ആങ്സൈറ്റി നമുക്ക് ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സകല മേഖലകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര പറഞ്ഞാലും തീരാത്തതും, എത്രയൊക്കെ നമുക്ക് നമ്മളെയും നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെയും കൂടെ ആ ഒരു ഇതിലേക്ക് അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്കൊരു ആശ്വാസം പകരും. ഇങ്ങനെ ബൂസ്റ്റപ്പായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഒരിക്കലും ഇതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടാത്ത, ഈ ലോകം ഉള്ളിടത്തോളം കാലം, ഉണ്ടായത് മുതൽ ഉള്ളിടത്തോളം കാലം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു വിഷയം തന്നെയാണ് മാം ഇന്ന് കൈകാര്യം ചെയ്തത്. താങ്ക് യു മാം. സാധാരണ ഞാൻ അങ്ങനെ ആങ്സൈറ്റി ഉള്ള ആളല്ല, പക്ഷെ ഇന്നത്തെ ക്ലാസ് ഞാൻ ശരിക്കും ആങ്സൈറ്റിയിലായി പോയി. ഞാൻ മൂന്നാറിന്ന് മറയൂർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഈ വഴി ബ്ലോക്കായി നല്ല മഴ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടാക്കിയത്. പക്ഷെ എല്ലാ ക്രിയകളും ഞാൻ ചെയ്തു വെച്ചിരുന്നു. കാരണം ക്ലാസ് നടത്തണല്ലോ, സാറാണ് അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്തു, ഞാൻ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ കോസ്റ്റ് ആക്കിയതും ശരിയായില്ല. ഒന്നാമത് അറിയാം എന്താണ് പറയുന്നതെന്നും കൂടി കേൾക്കാത്തൊരു പ്രശ്നം വന്നു. അതാണ് ആ ഒരു. പക്ഷെ ഉഷമം പറഞ്ഞല്ലോ അല്ലേ, ഉഷമം ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. അതെ. അത് കുഴപ്പമില്ല. ഈ വീഡിയോ നമുക്ക് കട്ട് ചെയ്യാം. വീഡിയോയില് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ല മനോഹരമാക്കാം. എഡിറ്റ് ചെയ്യാം. റെക്കോർഡിംഗ് അല്ലേ സാറേ? റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ റെക്കോർഡിംഗ് ഞാൻ ആദ്യമേ ഇട്ടു. കാരണം ഞാൻ ഔട്ട് ഓഫ് റേഞ്ച് പോയി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ പറ്റില്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യമേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇനി അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ ഈ മാമിന്റെ ക്ലാസ് നമ്മുടെ പ്രൊഫഷണൽ ഗ്രൂപ്പിൽ വന്ന് ഇട്ടിട്ടില്ലായിരുന്നു. എന്താണാവോ? പ്രൊഫഷണൽ ഗ്രൂപ്പില് നമ്മുടെ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. അങ്ങനെ വരുമ്പോ ആളുടെ എണ്ണം കുറയും. അതുകൊണ്ടായിരിക്കും നാളെ കുറഞ്ഞത്. നമ്മളതൊന്നും നോക്കുന്നില്ല. ഇന്നെന്ത് പരിപാടി നോക്കണില്ലല്ലോ. 7 മണിക്ക് കേറിയിരിക്കും, അതല്ലേ പരിപാടി. എനിക്ക് റേഞ്ച് ഔട്ട് ആയത് കാരണം എനിക്ക് ഇടാനും 55 ആയപ്പോഴാണ് എനിക്ക് അറേഞ്ച് ചെയ്തത്. ഓക്കെ മാം. അപ്പൊ ലതാ മാം, താങ്ക് യു. വണ്ടർഫുൾ ക്ലാസ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഗുഡ് നൈറ്റ്. Okay, thank you so much. Okay.